പ്ലസ് വൺ അഡ്മിഷന് പോകുമ്പോൾ വിദ്യാർത്ഥികൾ കയ്യിൽ കരുതേണ്ട പ്രധാനപ്പെട്ട 5 രേഖകൾ ഏതെല്ലാമാണ് എന്നതാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നത്. CBSE 10ാം ക്ലാസിന്റെ റിസൾട്ട് വന്നു. സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികളുടെ റിസൾട്ട് മെയ് മാസം 15ാം തീയതി വരികയാണ്. ഇനി 8 ദിവസം കൂടിയാണ് അവശേഷിക്കുന്നത്. ഈ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്ലസ് വൺ ഏകജാലകം വഴി അപേക്ഷ നൽകുന്ന സമയത്ത് നിങ്ങൾ കയ്യിൽ കരുതേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഒന്നാമതായി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അറിഞ്ഞിരിക്കണം. അതിന് ഹോൾ ടിക്കറ്റ് സൂക്ഷിച്ചു വച്ചിരുന്നാൽ മതി. സ്റ്റേറ്റ് സിലബസുകാർക്ക് ഏകജാലകം വഴി അപേക്ഷ നൽകുന്ന സമയത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകുമ്പോൾ തന്നെ ഏറെക്കുറെ വിശദാംശങ്ങളും മാർക്കും പേരും ഡീറ്റെയിൽസും എല്ലാം അതിൽ നിന്ന് ലഭിക്കും. CBSE-കാർക്ക് അതേഴ്സ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ട് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. HSCAP എന്ന വെബ്സൈറ്റിലൂടെയാണ് അത് ചെയ്യുന്നത്. രണ്ടാമത് ആവശ്യമായ ഒരു പ്രധാന സർട്ടിഫിക്കറ്റ് ആണ് ബോണസ് പോയിന്റുകൾ ലഭിക്കുന്നതിനാവശ്യമായ സർട്ടിഫിക്കറ്റുകൾ. അതിൽ പ്രധാനമായത് NCC, ലിറ്റിൽ കൈറ്റ് തുടങ്ങിയ സർട്ടിഫിക്കറ്റുകളാണ്. SPC സർട്ടിഫിക്കറ്റ് പരിഗണിക്കപ്പെടുന്നത് രാഷ്ട്രപതിയുടെ അവാർഡോ അങ്ങനെ എന്തെങ്കിലും അവാർഡ് കിട്ടിയിട്ടുള്ള SPC കാഡറ്റുകൾക്ക് മാത്രമായിരിക്കും അത് ലഭിക്കുന്നത്. മൂന്നാമതായി ടൈം ബ്രേക്കർ സർട്ടിഫിക്കറ്റുകളാണ്. അതായത് സ്റ്റേറ്റ് സിലബസ് ഉള്ള സ്കൂളുകളിലെല്ലാം നിങ്ങളായിരിക്കുന്ന ക്ലബ്ബുകളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. മാത്സ് ക്ലബ്ബ്, സയൻസ് ക്ലബ്ബ്, IT ക്ലബ്ബ്, അങ്ങനെ കുറെ ക്ലബ്ബുകളുണ്ട്. ഈ ക്ലബ്ബുകളുടെ സർട്ടിഫിക്കറ്റ് ടൈ ബ്രേക്കർ ആണ്. അതായത് അതുണ്ട് എന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പോയിന്റ് ഒന്നും കിട്ടില്ല. പക്ഷേ രണ്ടുപേർക്ക് ഒരേ മാർക്ക് വരികയും അതിൽ ഒരാൾക്ക് ക്ലബിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവുകയും ചെയ്താൽ ക്ലബിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്ക് മുൻഗണന ലഭിക്കും. അതുകൊണ്ട് അത്തരം സർട്ടിഫിക്കറ്റുകളും നിങ്ങൾ നേരത്തെ തന്നെ വാങ്ങി വെക്കുക. സാധാരണ പലരും അപേക്ഷിക്കാൻ വരുമ്പോൾ ആ സമയത്താണ് നമ്മൾ ഇങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് പറയുന്നത്. അന്നേരം അവരവിടെ നിന്നുകൊണ്ട് ടീച്ചറെ വിളിച്ച് ചോദിക്കും. ടീച്ചർ അത് എഴുതിക്കൊള്ളാൻ പറയും. നമ്മൾ സയൻസ് ക്ലബ്ബ് കൊടുക്കും. ടീച്ചർ പിന്നീട് എഴുതി കൊടുക്കുന്നത് മാത്സ് ക്ലബ്ബ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കുറെ ബുദ്ധിമുട്ടുകളൊക്കെ വരാറുണ്ട്. ട്രയൽ അലോട്ട്മെന്റിന്റെ സമയത്ത് അത്തരം തെറ്റുകൾ തിരുത്താൻ അവസരമുണ്ടെങ്കിലും ആദ്യം തന്നെ ഇതെല്ലാം കരുതി വെക്കുന്നത് നല്ലതാണ്. നാലാമത്, എല്ലാവരുടെയും കയ്യിലും ആധാർ ഉണ്ടാകണം. അത് ഫോൺ നമ്പർ ലിങ്ക് ചെയ്തിരിക്കണമെന്നോ അപ്ഡേറ്റ് ചെയ്തിരിക്കണമെന്നോ നിർബന്ധമൊന്നുമില്ല. എങ്കിലും ഫോൺ നമ്പറുമായി ലിങ്ക് ചെയ്ത അപ്ഡേറ്റഡ് ആധാർ കയ്യിൽ സൂക്ഷിക്കുന്നത് എപ്പോഴും എല്ലാ ആവശ്യങ്ങൾക്കും നല്ലതാണ്. അഞ്ചാമതായി, നിങ്ങൾ ഏതൊക്കെ സ്കൂളുകളിലാണ് അപേക്ഷ നൽകാൻ ആഗ്രഹിക്കുന്നത്, ആ സ്കൂളുകളിലുള്ള കോഴ്സുകളുടെ കോമ്പിനേഷൻസ് ഏതൊക്കെയാണ് എന്നത് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. നമുക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള വിഷയങ്ങൾ ഏതാണ് എന്നുള്ളത്, അത് ഏത് കോമ്പിനേഷൻ ആണ്, അതിന്റെ സാധ്യതകൾ എന്താണ് എന്നുള്ളതൊക്കെ നേരത്തെ മനസ്സിലാക്കുക. അത്തരത്തിൽ കുറച്ച് വീഡിയോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഈ ദിവസങ്ങളിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കോഴ്സ് കോഡുകളും ഓരോ ജില്ലയിലുമുള്ള സ്കൂളുകളും HSCAP എന്ന വെബ്സൈറ്റിൽ തന്നെ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. അതെങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് അതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഈ ദിവസങ്ങളിൽ തന്നെ ചെയ്യുന്നതായിരിക്കും. ഇത് കൂടാതെ ഏതാനും സർട്ടിഫിക്കറ്റുകൾ, വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, നോൺ ക്രീമി ലെയർ, നേറ്റിവിറ്റി, ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾ എല്ലാവർക്കും നിർബന്ധമായി ആവശ്യമില്ല. എന്നാൽ ഫീസ് ഇളവ് കിട്ടണം എന്നുള്ള കുട്ടികൾക്ക്, റിസർവേഷൻ കിട്ടണം എന്നുള്ള കുട്ടികൾക്ക് ഈ പറയുന്ന സർട്ടിഫിക്കറ്റുകൾ, ഇൻകവും കാസ്റ്റും നോൺ ക്രീമി ലെയറും ആവശ്യമായി വരാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇത് വളരെ കൃത്യമായി നേരത്തെ തന്നെ എടുത്തു വയ്ക്കാൻ പരിശ്രമിക്കുക. കാരണം എല്ലാവരും ഒന്നിച്ച് അപേക്ഷ കൊടുക്കുമ്പോൾ സർട്ടിഫിക്കറ്റുകൾ കിട്ടാൻ കാലതാമസം ഉണ്ടാകും. എല്ലാം ഒരു വില്ലേജ് ഓഫീസിലേക്കാണ് ഒരു പ്രദേശത്തുള്ളത് മുഴുവൻ പോകുന്നത്. ആ വില്ലേജ് ഓഫീസിൽ നിന്നാണ് ഇത് അപ്രൂവ് ചെയ്ത് കിട്ടേണ്ടത്. അതുകൊണ്ട് നേരത്തെ തന്നെ ഇത്തരം സർട്ടിഫിക്കറ്റുകൾ എടുത്തു വയ്ക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ആദ്യം പറഞ്ഞ 5 രേഖകൾ, സ്കൂളിൽ നിന്ന് ലിറ്റിൽ കൈറ്റിന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ളവർ, SPC-യുടെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ളവർ, NCC-യുടെ സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ളവർ നേരത്തെ തന്നെ അതെല്ലാം വാങ്ങി സൂക്ഷിച്ച് ഒറിജിനലും കയ്യിൽ വെക്കേണ്ടതാണ്.